പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വക്ബി. ഇന്ന് റോമിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ദർശനങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, മറിച്ച് ഒരു പെർട്ടിക്കുലർ വന്നൊരു കമൻറ്റിനെ കുറിച്ചാണ്. അത് പോസിറ്റീവായ രീതിയിലാണ് കമൻ്റ് ഉള്ളത്, പക്ഷേ ഇത് പലരും പല രീതിയിൽ എടുക്കുന്നതെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ അതൊന്ന് മനസ്സിലാക്കി തരാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ശ്രമിക്കുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് കമൻറ്റ്: ജനിക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എത്ര ശ്രദ്ധയോടെ ജീവിച്ചാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് ചിന്തിക്കുക. ഇത് പോസിറ്റീവായിട്ടാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇത് നേരെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഇങ്ങനെയൊക്കെ തൊട്ടതിനും പിടിച്ചതിനും നരകത്തിൽ പോകാനാണെങ്കിൽ പിന്നെ എന്തിനാ ജനിപ്പിച്ചത്, ഒന്നും എന്താ പിന്നെ കാട്ടിൽ പോയിട്ടെന്നാൽ പിന്നെ സന്യസിക്കാം എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കുള്ള ഒരു ചെറിയൊരു മറുപടിയാണിത്. അത് എന്തുകൊണ്ട് നമ്മളങ്ങനെ ചിന്തിക്കുന്നു എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. സോ അതിലോട്ട് വരുന്നതിന് മുമ്പേ ആസ് യൂഷ്വൽ ലെറ്റ് us begin with a prayer. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum da nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. ആമേൻ. അപ്പോൾ ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പരമാവധി ശ്രമിക്കാം. ഞാനിങ്ങനെ എന്ത് മറുപടി കൊടുക്കും, ഇതെങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് ചിന്തിച്ചപ്പോഴാണ് ആ സമയത്താണ് ഡാനിയൽ അച്ഛൻ്റെ ഒരു വീഡിയോ കണ്ടത്. ആ വീഡിയോയുടെ തംബ്നെയിലും അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ഇതാണ് ഏറ്റവും വലിയ കെണി. നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. ഞാൻ എല്ലാ വീഡിയോസും എപ്പോഴും ഞാൻ പറയാറില്ല, പക്ഷേ വളരെ ചുരുക്കം വീഡിയോസ് നിങ്ങൾ നിർബന്ധമായിട്ട് കാണണമെന്ന് ഞാൻ പറയുന്നത്. ഡാനിയൽ അച്ഛൻ ആ വീഡിയോ നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. അതാണ് ശരിക്കും ക്രിസ്ത്യാനിറ്റിയുടെ കോറായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ പലരും നമുക്ക് ഒരുപക്ഷെ നിത്യജീവൻ പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എപ്പോഴും ഇതിൽ അച്ഛൻ പറയുന്ന ആ കാര്യം നമ്മൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുൻപ് ഇതാണ് സത്യം, ഇതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും ഈ അച്ഛൻ്റെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഈ റോമിൽ വിശുദ്ധ ഫ്രാൻസിസ് കണ്ട നിത്യനരകത്തിൽ നമ്മൾ 4-5 എപ്പിസോഡുകളായിട്ട് കണ്ടൊരു കാര്യം: ഭക്ഷണപ്രിയർ, അഹങ്കാരികൾ, അതുപോലെ നർത്തകർ, മണിയറ മലിനമാക്കിയവർ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നരകത്തിൽ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ചിലർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെങ്കിലും ചില കാര്യങ്ങൾ, നർത്തകർ ഇതിങ്ങനെ ഡാൻസേഴ്സ്, അല്ലെങ്കിൽ അമിത ഭോജനം നടത്തിയവർ, അല്ലെങ്കിൽ അഹങ്കാരികൾ എങ്ങനെ നരകത്തിലെത്തി എന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ ചിലതൊക്കെ മൂലപാപങ്ങളാണ്, ഡെഡ്ലി സിൻ, ക്യാപിറ്റൽ സിൻസ്. അപ്പോൾ മൂലപാപങ്ങളുടെ പ്രത്യേകത എന്താണ്? ഈ പാപങ്ങളിൽ നിന്നാണ് മറ്റ് പല പാപങ്ങളും വരുന്നത്. അതിനു മുമ്പ് ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ: ഞാനിവിടെ ഒന്നും നിങ്ങൾ പ്രബോധിപ്പിക്കുന്നില്ല, ഞാൻ പുതുതായിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല. ഉള്ള കാര്യം ഞാൻ ഷെയർ ചെയ്യുന്നു, എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പങ്കുവെക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ എപ്പോഴും എനിക്ക് എല്ലാ വീഡിയോസിലും പറയുന്ന അരോചകമാണല്ലോ, അതുകൊണ്ട് ഞാനത് പറയാത്തത്. ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ നമ്മളെപ്പോഴും സഭയുടെ ടീച്ചിങ്സ് ആയിട്ട് ഉരച്ചു നോക്കിയിട്ട് വേണം സ്വീകരിക്കുക. ഞാനിവിടെ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് എന്താ പ്രശ്നം എന്നറിയോ? യേശു സുവിശേഷത്തിൽ പറയുകയാണ്, നിങ്ങൾ ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. നമ്മളിത് വായിച്ചിട്ട് വളരെ നിസ്സാരമായിട്ട് നമ്മൾ അടുത്ത അധ്യായത്തിലോട്ട് പോവുകയാണ്. അതായത് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെയുള്ളത്, യേശു അങ്ങനെ പലതും പറയും. ഇതാണ് നമ്മുടെ മൈൻഡിലുള്ളൊരു കാര്യം. യേശു അങ്ങനെ പലതും പറയും. സഹോദരനെ വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ നരകാഗ്നിക്ക് ഇരയായി തീരും. പിന്നെ ഇങ്ങനെ നമ്മൾ ഇത് പേജ് മറിച്ചിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈശോ വളരെ വ്യക്തമായിട്ട് നരകത്തെപ്പറ്റി പഠിപ്പിക്കുന്നുണ്ട്, ദൈവകരുണയെപ്പറ്റി പഠിപ്പിക്കുന്നുണ്ട്, ദൈവസ്നേഹത്തെപ്പറ്റി പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈശോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളത് വളരെ നിസ്സാരമായിട്ട് കണ്ടിട്ട് നമ്മളങ്ങനെ പോവുകയാണ്. ഇപ്പം വിവാഹമോചനത്തെ പറ്റിയിട്ട് കർത്താവ് പറയുന്നു, വിവാഹമോചനം നടത്തി കഴിഞ്ഞാൽ അവനും വ്യഭിചാരിയായി, ഇവളും വ്യഭിചാരിണിയായി. ഇനി ഇവൾ വേറെ ആരെയും കെട്ടിയാൽ ഇവൾ അവനെയും കൂടെ വ്യഭിചാരിയാക്കുകയാണ്. ഇനി ഇവൻ വേറെ ഏതെങ്കിലും സ്ത്രീയെ കെട്ടിയാൽ ഇവൻ അവളെയും കൂടി അത് മൊത്തത്തിൽ 4 വ്യഭിചാരികളായി. അപ്പം നമ്മൾ ഈ ഡിവോഴ്സിനെ പറ്റി ഇത് കേട്ടിട്ട് നമ്മൾ പേജ് മറിക്കുകയാണ്. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഇങ്ങനെ ഇഷ്യൂ വരുമ്പോൾ നമ്മളത് പരിഹരിക്കാൻ ശ്രമിക്കാതെ ഡിവോഴ്സിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ കർത്താവ് വെറുക്കുന്നൊരു പാപമാണ് വിവാഹമോചനം എന്ന് മലാക്കിയുടെ പുസ്തകത്തിലാണെന്ന് തോന്നുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചില പെർട്ടിക്കുലർ കാര്യങ്ങൾ ഈശോ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മളതിങ്ങനെ നിസ്സാരമായിട്ട് മറിച്ച് പോകുന്നു എന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ നരകത്തിൽ കാണുന്നത്. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നിരന്തരം പറയുന്നൊരു കാര്യമാണ്,
കൃത്രിമ ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഉപയോഗിക്കരുത് എന്നുള്ളത്. എത്ര പേര് വിശ്വസിക്കുന്നു അങ്ങനെ ഒരു തവണ ഇത് ഉപയോഗിച്ചാൽ അതൊരു മാരക പാപമാണെന്നും അത് അനുദപിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമ്മളത് വലിയ നെവർ മൈൻഡ് പോലെ നമ്മളത് കാണുകയാണ്. അതായത് നമ്മൾ ചിന്തിക്കുന്നില്ല അങ്ങനെയൊന്നും അങ്ങനെ നരകത്തിൽ പോകുന്നില്ല. ഇതാണ് നമ്മൾ അപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നൊരു കാര്യം. അതേപോലെ നമ്മളെ തന്നെ കാണുന്നത് നല്ലൊരു മനുഷ്യനായിട്ടാണ്. ഞാൻ വ്യഭിചാരമൊന്നും ചെയ്യുന്നില്ല, ഞാൻ ആരെയും കൊല്ലുന്നില്ല, ഞാൻ ആ വ്യക്തികളെ പോലെയല്ല, ഞാൻ ഈ വ്യക്തികളെ പോലെയല്ല, ഐ ആം എ വെരി ഗുഡ് പേഴ്സൺ, ഞാൻ ദാനം ധർമ്മം ചെയ്യുന്നു, ഞാൻ നോമ്പെടുക്കുന്നു, ഇതൊക്കെ എല്ലാവരും കൂടെ പറ്റുന്ന കാര്യമില്ലല്ലോ, ഞാൻ മീൻ ഉപേക്ഷിക്കുന്നു, മാംസം ഉപേക്ഷിക്കുന്നു, മുട്ട ഉപേക്ഷിക്കുന്നു. അപ്പം നമ്മളെ തന്നെ നല്ല മനുഷ്യനായിട്ട് കണ്ടിട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ് ഇങ്ങനെയൊക്കെ ഞാൻ പോയാൽ എനിക്ക് സ്വർഗ്ഗം ഉറപ്പാണ്. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ പറയണത്, നിങ്ങളുടെ മണിയറയിൽ കിടക്കയിൽ പോലും നിങ്ങൾ ഭാര്യയും ഭർത്താവാണെങ്കിലും നിങ്ങൾ ദൈവം നൽകിയിരിക്കുന്ന ലിമിറ്റിനപ്പുറത്ത് പോയാൽ നിങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെടുന്നു പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളെ സംബന്ധിച്ചിട്ട് അമിത ഭോജനം നടത്തിയ ആൾ നരകത്തിൽ പോയെന്ന് പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് അതൊന്നുമല്ല മാരകപാപം. ഫാദർ ജോസ് മണിയങ്ങാത്ത് ടെസ്റ്റ് മണി എന്ന് സെർച്ച് ചെയ്താൽ ജോസ് മണിയങ്ങാത്ത് അച്ഛൻ്റെ മരണാനന്തര അനുഭവം കാണാം. അപ്പോൾ അതിൽ അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്, വെറുപ്പ് വെച്ചിരുന്നവരെയും നരകത്തിൽ കണ്ടു എന്ന്. സോ അപ്പം ഈ സ്വർഗപോയികളെയോ കുഞ്ഞുങ്ങളെ കൊന്ന ആളുകളെയോ കൊലപാതകളോ മാത്രമല്ല, വെറുപ്പ് വെച്ചിരുന്നവരും ഉണ്ട്. അപ്പോൾ ഈശോ പറയുന്നു, നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് നിനക്ക് തോന്നുവാണെങ്കിൽ നീ ബലിയർപ്പിക്കുന്നതിന് മുൻപ് നീ അങ്ങോട്ട് പോയിട്ട് സോറി പറയണം. ലോകത്തിൻ്റെ കൺസെപ്റ്റിൽ ഞാൻ അങ്ങോട്ട് ആരോടെങ്കിലും ദേഷ്യപ്പെട്ടാലേ സോറി പറയേണ്ടതുള്ളൂ. ഈശോ പറയണത് അവന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അങ്ങോട്ട് പോകണമെന്നാണ് പറയണത്. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. ഇത് ചെയ്യാതെ നമ്മൾ അസ്യൂം ചെയ്യാതെ നമ്മൾ സ്വർഗത്തിൽ പോകും. ഇതാണ് ഏറ്റവും വലിയ കെണി എന്ന വീഡിയോ ഫാദർ ഡാനിയൽ അച്ഛൻ്റെ ആ വീഡിയോയിൽ അച്ഛൻ പറയണത്. ആ വീഡിയോ നിങ്ങൾ 1, 2, 3 തവണ കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുകയുള്ളൂ. എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവത്തേയില്ല. ഒരു പേപ്പറും പെന്നും എടുത്തിരുന്ന് ബൈബിളും വെച്ചിരുന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ആ ലേഖനങ്ങളിൻ്റെ മെയിനായിട്ട് പറയുന്നൊരു കാര്യം ഇതാണ്, നമ്മളാരും നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. നിയമം ഒന്ന് തെറ്റിക്കുന്നവൻ എല്ലാം തെറ്റിക്കുന്നു. അപ്പം നമ്മൾ നിയമത്തിന് കീഴിലല്ല, നമ്മൾ കൃപയ്ക്ക് കീഴിലാണ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കുക, അപ്പം നിയമം പാലിക്കേണ്ട ആവശ്യമില്ലേ? അങ്ങനെയല്ല. അപ്പോൾ അവിടെയാണ് അച്ഛൻ പറയുന്നൊരു കാര്യം. അതായത് ഒരു ചെകിട് കാണിക്കുന്നവന് മറു ചെകിട് കാണിച്ചു കൊടുക്കണം. നിൻ്റെ മേലങ്കി എടുക്കാൻ ആഗ്രഹിക്കുന്നവന് നിൻ്റെ ഉടുപ്പും കൂടെ കൊടുക്കണം. നിൻ്റെ വസ്തുക്കൾ എടുക്കുന്നവനെ അതിൽ നിന്ന് തടയരുത്. തിരിച്ചു ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വായ്പ കൊടുക്കരുത്. അതുപോലെ ശത്രുക്കളെ സ്നേഹിക്കണം. നിങ്ങളെ വിദ്വേഷിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇങ്ങനെ പറയുന്നതൊന്നും സാധാരണ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പം ഡാനച്ചൻ പറയുന്ന കാര്യം ഇതാണ്, നമ്മളെക്കൊണ്ട് ഇത് പറ്റുന്നില്ല, ഇത് ചെയ്യാൻ. ശത്രുക്കളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഒരു 1000 രൂപ കടം കൊടുത്താൽ ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ചോദിക്കും. നമ്മളെക്കൊണ്ട് നമ്മളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാനേ നമുക്ക് പറ്റുന്നില്ല. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ യേശു പറയുന്ന ഈ ചില ടഫായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ കണ്ടെത്തുന്ന ഒരു കുറുക്കു വഴിയുണ്ട് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ. അതായത് എന്നെക്കൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞ ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, പകരം നമ്മൾ സെലക്റ്റീവ് ആവുകയാണ്, എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യം. എന്നിട്ട് നമ്മളെന്ത് ചെയ്യുന്നു? എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു, എല്ലാ ദിവസവും മുടങ്ങാതെ ജപമാല ചൊല്ലുന്നു, കരുണക്കൊന്ത ചൊല്ലുന്നു, ആ അനാഥാലയത്തിൽ പോയി ദാനധർമ്മം ചെയ്യുന്നു, നോമ്പ് കാലത്ത് രോഗികളെ സന്ദർശിക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ് നമ്മളൊരു നല്ല മനുഷ്യനാണ് എന്ന്. ഇതൊരു കെണിയാണെന്നാണ് അച്ഛൻ പറയുന്നത്. 90% ക്രിസ്ത്യാനികളും വിചാരിച്ച് വെച്ചേക്കുന്നത് ഇതെല്ലാം ചെയ്താൽ സ്വർഗത്തിൽ കയറുമെന്നാണ്. പക്ഷേ നമ്മൾ യേശു പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുമില്ല ഈ കാര്യങ്ങൾ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ധ്യാനത്തിന് പോകുന്നു, കൺവെൻഷന് പോകുന്നു, അവിടെ സ്തുതിപ്പിൻ്റെ സമയത്ത് നന്നായിട്ട് സ്തുതിക്കുന്നു, ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നു, വീഴുന്നു, ഭയങ്കര ഷേക്കിംഗ് ആണ്, കൈയൊക്കെ ഭാഷാപരത്തിൽ സംസാരിക്കുന്നു. പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വാ തുറന്നാൽ വേറെ ഭാഷാപരമാണ് വരുന്നത്. മാന്യമായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല. അപ്പോൾ എന്ത് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത്? അപ്പോൾ ഇതാണ് പറയുന്നത്, നമ്മൾ സെലക്റ്റീവ് ആവുകയാണ്. നമ്മളെന്താ ചെയ്യുന്നത്? യേശു പറഞ്ഞ എല്ലാ കാര്യവും ഫോളോ ചെയ്യുന്നില്ല, പകരം നമ്മുടെ തന്നെ ഒരു ക്രിസ്ത്യാനിറ്റിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്.
സഭ പറയുന്ന എല്ലാം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഓക്കെ കോൺട്രസെപ്ഷൻ അതൊന്നും ഇപ്പോഴും പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഒഴിവാക്കി നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുന്നു. അപ്പോൾ സത്യത്തിൽ അപ്പം നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മുടെ തന്നെ ലിഖിതം ആണ്. നമ്മൾ എഴുതിയിട്ടുള്ള ബൈബിളും നമ്മൾ എഴുതിയിട്ടുള്ള സഭാപ്രബോധനമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അഭിമാനത്തോടു കൂടി ഇരിക്കുകയാണ്, ആ ഫരിസേനെ പോലെ ഞാനെല്ലാം ചെയ്തു, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയൊന്നുമല്ല എന്ന്. ഇതൊരു കെണിയാണെന്ന് പറയണത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നരകത്തിൽ പോയി എന്നൊക്കെ വീഡിയോ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നതിന് കാരണം നമ്മളൊരു ഈസി ഗോയിങ് സ്പിരിച്വാലിറ്റിയാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഈസി ആയിട്ട് പോവാം, സോഫയിൽ ചാരി ഇരുന്ന് കൊന്തമെല്ലാം, എ സി റൂമിൽ പോയി നിത്യാരാധനയിൽ ചാപ്പലിൽ ആരാധിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈസി ഗോയിങ്. ഒരു സഹനം വരുമ്പോൾ ഉടനെ നമ്മൾ എവിടെയെങ്കിലും സഹനം ഒഴിവാകുന്ന സ്ഥലത്തോട്ട് പോകുന്നു, പുതിയ ഭക്തഭ്യാസങ്ങൾ നമ്മൾ ചെയ്യുന്നു. അപ്പം നമ്മൾ വളരെ ഈസി ഗോയിങ് ആണ്. അപ്പം മാത്രമല്ല നമ്മൾ ചോദിക്കുന്നതൊക്കെ ലഭിക്കുന്നുമുണ്ട് അനുഗ്രഹം. അപ്പം നമ്മളെന്ത് ചിന്തിക്കുന്നു? ഓക്കെ, അപ്പം ഞാൻ പോകുന്ന വഴി ശരിയായത് കൊണ്ടാണ് എനിക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുന്നത്. എൻ്റെ പറയുമ്പോൾ വരെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ലോക കോടീശ്വരൻ, 1 നമ്പർ കോടീശ്വരനായിട്ടുള്ള വ്യക്തി ഒരു സാത്താൻ വർഷിപ്പറാണ്. പുള്ളിക്ക് എങ്ങനെയാണ് സമ്പത്ത് ലഭിച്ചത്? ഈ സമ്പത്തും ഇതൊക്കെ നമ്മൾ ദൈവാനുഗ്രഹമായിട്ടാണല്ലോ കാണുന്നത്. 2ാമത്തെ ലോക കോടീശ്വരനും ഇതേ കൂട്ടത്തിൽപ്പെട്ടതാണ്. നമ്മുടെ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ക്രിസ്ത്യാനി പോലും ഇല്ല ലോക ഇന്ത്യയിലെ കോടീശ്വരന്മാരായിട്ട്. എല്ലാം അന്യമതത്തിൽപ്പെട്ട ആളുകളാണ്. നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ ക്യാരക്ടറാണ് അർഹതപ്പെട്ടവർക്ക് അർഹതയുള്ളത് കൊടുക്കുക, അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുള്ളവർക്ക് സഹായം ചെയ്യുക എന്നുള്ളത് ദൈവത്തിൻ്റെ ക്യാരക്ടർ. അത് നമ്മൾ ചോദിച്ചില്ലെങ്കിൽ പോലും ദൈവം തരുമെന്നുള്ളതാണ്. സോ ദൈവാനുഗ്രഹം എന്നുള്ളത് നമുക്ക് എന്ത് ലഭിച്ചു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടേ അല്ല. ഞാനൊരു കാര്യം ഈശോയോട് ചോദിക്കുന്നു, ഈശോ എനിക്ക് ചെയ്തു തരുന്നു. അത് ഈശോയുടെ ക്യാരക്ടർ എങ്ങനെയാണ്? ചോദിച്ചാൽ തരും. അതിനർത്ഥം എനിക്ക് നിത്യജീവൻ ഉണ്ട് എന്നുള്ളതേ അല്ല. നിത്യജീവൻ ലഭിക്കണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ നമ്മളെ മാറ്റിവെച്ച കാര്യമുണ്ടല്ലോ, ഈശോ ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യണം. അതാണ് ഈശോ പറയേണ്ടത്. കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവനല്ല സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ്. അപ്പം അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്, ഡാനിയൽ അച്ഛൻ. അത് കുറേ തവണ കണ്ടു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവത്തുള്ളൂ വീഡിയോ. അതാണ് എനിക്ക് തന്നെ സംസാരിക്കുമ്പോൾ മറന്നുപോകും. അപ്പം ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മൾ നീതിമാൻ ആവുക എന്നുള്ളത്. നീതിമാൻ ആവണമെങ്കിൽ ഈ നിയമങ്ങളെല്ലാം നമ്മൾ പാലിക്കണം. ഏകദേശം 613 നിയമങ്ങൾ പഴയ നിയമത്തിലുണ്ട്. അപ്പോൾ ഈ 613 നിയമങ്ങൾ പാലിച്ച് കഴിഞ്ഞാലാണ് ഒരുവൻ നീതിമാനാകുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് തെറ്റിച്ചാലോ എല്ലാം തെറ്റിച്ചതിന് തുല്യമാണ്. ഇങ്ങനെയെങ്കിൽ ആർക്ക് നീതിമാനാകാൻ പറ്റും? എന്നാൽ യേശു ഭൂമിയിൽ വന്ന് ഈ നിയമങ്ങളെല്ലാം പാലിച്ച് ദൈവത്തിൻ്റെ പ്രീതികരമായ ജീവിതം നയിച്ചു. അപ്പോൾ ആ നീതിയെ നമ്മൾ വേറൊരു വേർഡിൽ വിളിച്ചാൽ, അച്ഛൻ പറയണത് അതിനെ വേറെ വേർഡിൽ വിളിച്ചാൽ നമുക്ക് വിളിക്കാൻ പറ്റുന്നത് യേശു എന്നാണ്. അപ്പോൾ ദൈവപിതാവ് ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരണം, യേശുവിലുള്ള സ്വഭാവമൊക്കെ നമ്മളിൽ വരണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെക്കൊണ്ട് വിചാരിച്ചാൽ ഈ നിയമങ്ങൾ പാലിക്കാൻ പറ്റത്തില്ല. അത് പരിശുദ്ധാത്മാവിനാലാണ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പഴയ നിയമവിശ്വാസികൾക്കുള്ള ഏറ്റവും ബുദ്ധിമുട്ട് ഇതായിരുന്നു. അവരിങ്ങനെ കൽപ്പനകൾ പാലിച്ച് നോക്കുമ്പോൾ ഒന്ന് പാലിക്കുമ്പോൾ അടുത്ത് തെറ്റിപ്പോകുന്നു. എന്നാൽ പുതിയ നിയമ ക്രിസ്ത്യാനി വിശ്വാസം സംബന്ധിച്ച് പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെട്ടാലേ നമുക്കിത് പാലിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഞാൻ ഈ പറയുന്നത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് അച്ഛൻ പറയുന്നത് പോലെ ഇങ്ങനെ ഇത്രയും അച്ഛൻ പറയുന്നത് മനോഹരമായിട്ട് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഞാൻ പറയുമ്പോൾ തന്നെ എനിക്ക് മറന്നു പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മളിങ്ങനെ ഈസി ഗോയിങ് ആയതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത്, ഓക്കെ ഞാൻ അത്യാവശ്യം നല്ല മനുഷ്യനാണ്, ഞാൻ നരകത്തിൽ പോകേണ്ട വ്യക്തിയല്ല നമ്മൾ ചിന്തിക്കുക. അപ്പോഴും കർത്താവ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല എന്ന് ഓർക്കണം. നമ്മൾ കുർബാനക്കൊക്കെ പോകുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ദൈവം പറയുന്ന കാര്യം നമ്മൾ ചെയ്യുന്നില്ല. ഇത് സത്യത്തിൽ അച്ഛൻ പറഞ്ഞ ഒരു കെണി തന്നെയാണ്. കാരണം ഞാൻ എന്നെ തന്നെ സമ്പന്നനായിട്ടാണ് കരുതുന്നത്. കർത്താവ് പറയുന്ന സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം, എന്നാൽ ആത്മാവിൽ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗ്ഗരാജ്യം നിങ്ങളുടേതാണ്. അതായത് എനിക്ക് മനസ്സിലാവുകയാണ് ഇങ്ങനെയുള്ള ദർശനങ്ങളും ഈ വിശുദ്ധ അനുഭവങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ചില ആൾക്കാർക്ക് എങ്ങനെ തോന്നിയിട്ടുണ്ടാവും, ദൈവമേ അപ്പം ഞാനിനി ആത്മീയത ഒന്നിൽ നിന്ന് തുടങ്ങണമല്ലോ. ഇത്രയും കാലം പൊയ്ക്കൊണ്ടിരുന്നത് എൻ്റെ ഒരു സ്പിരിച്വാലിറ്റി ആയിരുന്നല്ലോ, ഇനി ഞാൻ ഒന്നിന് തുടങ്ങണം എന്ന് നമുക്ക് തോന്നുമല്ലോ. അതാണ് ആത്മാവിൻ്റെ ദാരിദ്ര്യാവസ്ഥ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് ആത്മാവിൽ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗ്ഗരാജ്യം നിങ്ങളുടേതാണ്, എന്നാൽ സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം എന്നാണ്. അതായത് ഞാൻ എല്ലാം പെർഫെക്റ്റ് ആണ്, എനിക്കിനി ഒന്നും മാറാനില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ദുരിതം.
എന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ആത്മാവിനെ ദാരിദ്ര്യാവസ്ഥ മനസ്സിലാക്കുമ്പോഴേ നമ്മൾ കർത്താവിൽ നിന്ന് ചോദിക്കത്തുള്ളൂ. സമ്പന്നരായിട്ടുള്ള അഹങ്കരിച്ചിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട്, അതെ, ആത്മീയമായിട്ട് ഞാനെല്ലാം പെർഫെക്റ്റാന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് യേശുവിന് ആവശ്യം പോലുമില്ല. കാരണം അവർ സ്വന്തമായിട്ടെല്ലാം ചെയ്ത് പെർഫെക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഈസി ഗോയിങ്, നമ്മളിങ്ങനെ വളരെ ഈസി ആയിട്ട് ഒരു സഹനവും ഇല്ലാതെ ഇങ്ങനെ നമ്മൾ പോയിട്ട് സ്വർഗത്തിലെത്തുമെന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമാണ്. ഒന്ന് ചിന്തിച്ച് നോക്കുക, 2000 വർഷം മുൻപ് നമ്മളെപ്പോലെ മാമോദീസ സ്വീകരിച്ച ആളുകൾ അന്നത്തെ ചക്രവർത്തി പറഞ്ഞു കുർബാനയ്ക്ക് നീ പോകരുത്. അവർ പറഞ്ഞില്ല, കുർബാനയ്ക്ക് ഞാൻ പോകും. രക്തസാക്ഷിയായി. ഇന്ന ദേവനെ കുമ്പിട്ട് ആരാധിക്കണം, ഇല്ല ആരാധിക്കത്തില്ല, രക്തസാക്ഷിയായി. അപ്പം നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വളരെ നിസ്സാരം, ഇന്ന് ചെയ്തിട്ട് നാളെ പോയി കുമ്പസാരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന പാപങ്ങൾ പോലും അവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരവരുടെ ജീവന്, അവരവരുടെ വിശ്വാസത്തിന് കൊടുത്ത വില എന്ന് പറയുന്നത് അവരുടെ ജീവനാണ്. അതായത് അവരുടെ പോളിസി ഇങ്ങനെയാണ്: കത്തോലിക്ക വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുക, ഇന്ന് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ മരിക്കുക. ഇതാണ് അവരുടെ പോളിസി. അപ്പോൾ അവരിങ്ങനെ രക്തം ചിന്തി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഏതൊക്കെ രീതിയിലാണ് ഓരോരുത്തരൊക്കെ രക്തസാക്ഷികളായതെന്നുള്ളത്. നടുവേ പിളർന്നിട്ടും കുന്നം കൊണ്ട് കുത്തിയും ഈ പറഞ്ഞ പോലെ കണ്ണ് പിഴുതും പല രീതിയിലൊക്കെയാണ്. അപ്പോൾ ഇവരിത്രയും ബുദ്ധിമുട്ടി പാടുപീട സഹിച്ച് എന്തിനാ? ഈ കത്തോലിക്ക വിശ്വാസം മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിത്രയും ഇതെല്ലാം ചെയ്ത്, അത്രയും ബുദ്ധിമുട്ടി സഹനങ്ങളെടുത്ത് തിളച്ച എണ്ണയിലൊക്കെ ഫ്രൈ ആയി ഇങ്ങനെ അവർ ഒരു ക്രിസ്ത്യാനിയായിട്ട് മരിച്ചു. എന്നിട്ട് ഞാൻ പറയാണ്, സോഫയിലിരുന്ന് ചാരിയിരുന്ന് ഫാനിൻ്റെ താഴെ ജപമാല ചൊല്ലുന്ന എനിക്കും സ്വർഗം വേണമെന്ന് പറയുമ്പോൾ എന്ത് നീതിയാണ്? അവർക്ക് സ്വർഗം, അവർക്കും സ്വർഗം, എനിക്കും സ്വർഗം എന്ന് പറയുമ്പോൾ എന്ത് നീതിയാണ്? ദൈവത്തിനൊരു നീതി കാണിക്കണ്ടേ? അപ്പോൾ ഇത്രയും പീഡ സഹിച്ചിട്ട് പോയ അവർക്ക് നിത്യജീവൻ, ഇവിടെ സുഖിച്ച് ജീവിക്കുന്ന എനിക്കും നിത്യജീവൻ വേണമെന്ന് പറഞ്ഞാൽ അത് നടക്കണ കാര്യമല്ല. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പ്രസക്തി. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ നിസ്സാരമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ഒട്ടും നിസ്സാരമല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സോ ഇനി ഇതിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇനിയും വരാനുണ്ട്. ദൈവം നമുക്ക് ഇത്രയും മഹിമയുള്ള സ്വർഗരാജ്യം ദൈവം നമുക്ക് തരുമ്പോൾ അത്രമാത്രം വിശുദ്ധ ജീവിതം നമ്മളെ നയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന, എപ്പോഴും ഈശോ പറഞ്ഞ ഒരു കാര്യമുണ്ട്: നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ എന്നുള്ളതാണ്. അപ്പം നമ്മളിവിടെ വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ കമ്പയർ ചെയ്യുന്നത് മനുഷ്യരായിട്ടല്ല നമ്മൾ കമ്പയർ ചെയ്യുന്നത്. മനുഷ്യരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ഭയങ്കര സംഭവമാണെന്നുള്ളത്. നമ്മൾ ദൈവമായിട്ടാണ്, അതായത് യേശുവായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. യേശുവിനുള്ള ആ സ്വഭാവം എനിക്കുണ്ടോ? എന്നൊരാൾ അസഭ്യം വിളിച്ചാൽ, കമൻറ്റ് ബോക്സിൽ വന്ന് എന്നെ പരിഹസിച്ചാൽ അത് മിണ്ടാതെ സഹിക്കാനുള്ള കൃപ എനിക്കുണ്ടോ? എനിക്കതില്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം ചെയ്ത ഈ വീഡിയോയോ ഇതെല്ലാം വട്ടപൂജയാണ് ദൈവസന്നിധിയിൽ. അതിലോട്ട് നമ്മൾ എത്തുക എന്നുള്ളതാണ്. അതിലോട്ട് നമ്മൾ എത്തിയില്ല എന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പുറത്ത് ബാക്കിയെല്ലാം എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു, വാർഷിക ധ്യാനം കൂട്ടുന്നു, കൊന്തമില്ലുന്നു. ദൈവം ഈ വിശ്വാസത്തിനിടുന്ന മാർക്ക് പൂജ്യമാണ്. കാരണം യേശു പറയാനൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മളെന്നൊരു ഷോർട്ട് കട്ട് ഉപയോഗിക്കുകയാണ് സ്പിരിച്വാലിറ്റിയിൽ. നമ്മുടെ ഒരു ആത്മീയത, നമ്മളുണ്ടാക്കിയ എടുത്ത ഒരു ആത്മീയത. അപ്പോൾ എന്താ സംഭവിക്കുന്നു? അവരുടെ വാക്കൊന്ന് പ്രവൃത്തി ഒന്ന് എന്ന രീതിയിലോട്ട് അവർ വരുന്നു. അങ്ങനെയുള്ളവർ നോക്കിയിട്ടാവാം ഈശോ പറയണത്, ശപിക്കപ്പെട്ടവരെ നിങ്ങൾ ഇതിൽ നിന്ന് അകന്നു പോകുകയും ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്ന്. കാരണം യേശു പറഞ്ഞ കാര്യം അവർ ചെയ്തില്ല. അവർ ചെയ്തത് എന്താണ്? അവർ മനസ്സിലാക്കിയ ക്രിസ്ത്യാനിറ്റിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. അവരുടെ ഒരു കൺസെപ്റ്റിൽ ഉള്ള ക്രിസ്ത്യാനിറ്റിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. സഭ പറയുന്നതെല്ലാം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, വചനം പറയുന്നതെല്ലാം ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഏറ്റവും എളുപ്പം ഏതാണ് അതവർ ചെയ്യും. അത് കെണിയാണ്, അത് അപകടമാണ് എന്നുള്ളതാണ് ആ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ കമൻറ്റിന് വന്ന മറുപടിയും എനിക്കത് തന്നെയാണ് പറയാനുള്ളത്. ഈ ചേച്ചി പറഞ്ഞ കാര്യം ജനിക്കേണ്ടായിരുന്നു എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞത് പത്രോസ് ലീഹ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. ഇപ്രകാരമാണ് പത്രോസ് ലീഹ പറയുന്നത്: നീതിമാൻ കഷ്ടിച്ചു മാത്രം രക്ഷപ്പെടുന്നെങ്കിൽ, ശ്രദ്ധിക്കണം, നീതിമാൻ കഷ്ടിച്ചു മാത്രം രക്ഷപ്പെടുന്നുവെങ്കിൽ ദുഷ്ടൻ്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും? ഒന്നാമത്തെ മാർപ്പാപ്പ തൻ്റെ ആദ്യത്തെ ലേഖനത്തിൽ പറയുകയാണ്, നീതിമാൻ പോലും മക്കളെ കഷ്ടിച്ചിട്ടാണ് സ്വർഗത്തിൽ കയറണത്. അപ്പം നിങ്ങൾ പറയാണ്, യേശു ക്രിസ്തു പറഞ്ഞ് ഒരു കാര്യം ചെയ്യാതെ, ശത്രുവിനെ സ്നേഹിക്കാതെ,
വെറുപ്പ് ഉപേക്ഷിക്കാതെ കടം വാങ്ങിയിട്ട് തിരിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ സ്വർഗത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല എന്നാണ് പത്രോസ്ലീഹ പറയണത്. നീതിമാൻ കഷ്ടിച്ച് മാത്രം രക്ഷപ്പെടുന്നുവെങ്കിൽ ദുഷ്ടൻ്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും എന്ന് ആദ്യത്തെ മാർപ്പാപ്പ പറയുന്നു. ഇതാണ് എനിക്കും പറയാനുള്ളത്. സോ ഇതൊക്കെ നമുക്ക് ഐ ഓപ്പണിംഗ് ആയിരിക്കണം. നമുക്ക് ഇനി ഇത്രയും കാലം ജീവിച്ചതൊക്കെ പോട്ടെ, ഇനി കറക്റ്റായിട്ട് നമുക്ക് ജീവിക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെ നമുക്ക് വരാൻ വേണ്ടിയിട്ട് ഇത് സഹായകരമാകട്ടെ. പരിശുദ്ധമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനസ് തേക്കും Benedicta in mulieribus et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christore.